ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ കൊച്ചി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ഒന്നാം ദിവസത്തെ സംഗമം വളരെ വിജയകരമായി കലാശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ചർച്ച അവിടെ തുടരുകയാണ്. മാത്രവുമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 3000-ഓളം സംരംഭകർ പങ്കെടുക്കുന്ന ഒരു വേദിയാണിത്. അതുകൊണ്ട് തന്നെ നല്ല നിക്ഷേപം വരാൻ സാധ്യതയുണ്ട്. നാളെയാണ് സമാപിക്കുക. 2 ദിവസങ്ങളായിട്ടാണ് ഈ കൊച്ചിയിൽ ഈ പരിപാടി ഇറങ്ങിയത്. എന്തായാലും ഇൻവെസ്റ്റ് കേരള ശ്രദ്ധിക്കപ്പെട്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. കോട്ടയത്ത് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതിന് ഇസ്രായേൽ സ്വദേശി പിടിയിലായി എന്ന വാർത്ത വരുന്നുണ്ട്. കുമരകത്ത് നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന വഴിയാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചത്. ടോബി ജോൺസൺ ടെലിഫോണിലുണ്ട്. ടോബി ജോൺസൺ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് ശരിക്കും ഉണ്ടായത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയൊരു ആശങ്ക ഈ മുണ്ടക്കയം ഭാഗത്ത് ഉണ്ടായി, ആശയക്കുഴപ്പമുണ്ടായി. പോലീസ് ആണ്, മുണ്ടക്കയം പോലീസാണ് ഈ വ്യക്തിയെ, അതായത് ഡേവിഡ് ഏലീസ് ബോണ എന്ന് പറയുന്ന 75-കാരനെ ഒരു സാറ്റലൈറ്റ് ഫോണുമായി പിടികൂടിയത്. ഇത് പിടികൂടാനുള്ള കാരണം ഈ ഫോൺ ഇയാൾ ഓൺ ചെയ്ത് അത് പ്രവർത്തിപ്പിക്കാൻ, അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അത് രഹസ്യാന്വേഷണ വിഭാഗം, ഇന്റലിജൻസ് വിഭാഗം ഇങ്ങനെ അവർക്കൊരു സൂചന ലഭിക്കുന്നു, ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ഫോൺ ഈ മേഖലയിൽ ഓൺ ആയിട്ടുണ്ടെന്ന്. തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി മുണ്ടക്കയം പോലീസിനോട് അവരുടെ പരിധിയിലാണ് ഈ ഫോൺ ഓൺ അയക്കുന്നത് എന്നൊരു നിർദ്ദേശം നൽകി. അങ്ങനെ ആ മുണ്ടക്കയം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ഭാര്യയും ഭർത്താവും, അത് വിദേശികളാണ്, ഇസ്രായേൽ സ്വദേശികളാണ്, അവർ വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയതാണ്. അവരിൽ നിന്നും ഈ ഫോൺ പിടിച്ചെടുക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണം സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ വിനോദസഞ്ചാരി ഇങ്ങനെ ഒരു ഫോൺ ഓൺ ആക്കിയത്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഇയാൾ ഈ ഫോൺ ബാംഗ്ലൂരാണ് ഇയാൾ ആദ്യം എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അവിടെ നിന്നും കുമരകത്തേക്ക് വരുന്നു. കുമരകത്ത് നിന്ന് തേക്കടിയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ ഫോൺ ഓൺ ആക്കിയതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലാം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്റലിജൻസും NIA-യും പോലീസും ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ സ്വന്തം ജാമ്യത്തിൽ ഇപ്പോൾ വിട്ടിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. നിലവിലെ സാഹചര്യത്തിൽ മറ്റു ദുരൂഹതകളൊന്നും പോലീസിന് സംശയിക്കുന്ന തരത്തിലേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനകളും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഇന്ത്യയിലടക്കം ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട്. ഈ ഫോൺ ഇദ്ദേഹം വാങ്ങിയത് ഇസ്രയേലിൽ നിന്നാണെന്നുള്ള വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പോകുമ്പോൾ ഈ പല സിമ്മുകൾ ഉപയോഗിക്കുന്നതിന് പകരം സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും പോലീസ് ഈ മൊഴിയിലടക്കം വിശദമായിട്ടുള്ള പരിശോധന മറ്റ് കേന്ദ്ര ഏജൻസികളും നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃതമായി സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച ഒരു ഇസ്രയേലി പൗരൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഇൻവെസ്റ്റ് കേരളയുടെ വിശദാംശങ്ങളിലേക്ക്. എന്തായാലും വലിയൊരു ഉച്ചകോടിയാണ് ഇന്നും നാളെയും അരങ്ങേറുന്നത്. ഇപ്പോഴും ഉച്ചകോടി അവസാനിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കരൺ അദാനി ഇന്ന് പ്രഖ്യാപിച്ചു. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖത്തിനായി 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. 850 കോടി രൂപ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുമെന്ന് ആസ്റ്റർ DM കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പനും ഇന്ന് പ്രഖ്യാപിച്ചു. ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. അവിടെയാണ് ഈ സമ്മിറ്റിന്റെ ആദ്യ ദിവസം. 2ാം ദിവസം അവിടെ തന്നെ. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിഷ്ണു. ഗുഡ് ഈവനിങ്. വലിയ ആവേശ തുടക്കമാണ് ഈ ഉച്ചകോടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടത്താൻ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം പോർട്ടിന്റെ തുടർ വികസനമാണ്. 20,000 കോടി രൂപ അതിൽ നിക്ഷേപിക്കും, അല്ലെങ്കിൽ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപനമുണ്ടായത്. 5,500 കോടി രൂപ തിരുവനന്തപുരത്തിന്റെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും.
മറ്റൊന്ന് ആസാദ് മൂപ്പൻ നടത്തിയ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നടത്തിയ പ്രഖ്യാപനമാണ്. 850 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ആരോഗ്യ മേഖലയിൽ ആസ്റ്റർ മെഡിസിറ്റി നടപ്പാക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലെ ആസ്റ്റർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. അത് അവരുടെ ആശുപത്രിയിൽ ഈ കിടപ്പ് സംവിധാനം, കിടപ്പ് രോഗികളുടെ സംവിധാനങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഇന്ന് വന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഈ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് രാവിലെ തന്നെ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് വെറുതെ കുറെ കോടികളുടെ പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിച്ചു പോവുകയല്ല. കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ, നമ്മുടെ ടെക്നോളജിക്ക് അനുയോജ്യമായ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് ആ പദ്ധതികൾ നമുക്കും പറ്റുമെന്ന് മാത്രം അത് സ്വീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് താൽപര്യ ക്ഷണപത്രം മാത്രമാണ് വാങ്ങുക. ഇൻവെസ്റ്റ്മെന്റുകൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിക്കുക. അതിനുശേഷമായിരിക്കും പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുക. പ്രത്യേകിച്ച് അതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബിസിനസ്സുകൾ അത് ഇവിടെയും പറ്റുമോ എന്നുള്ള സാങ്കേതികത്വമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊരു പ്രാഥമിക താൽപര്യ ക്ഷണപത്രം വാങ്ങും. അതിനുശേഷം ആ ഇൻവെസ്റ്റ്മെന്റിൽ വിശദമായ ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക്, ഒരു സംരംഭകത്വം എന്ന രീതിയിലേക്ക് പോകുക. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചകോടി അത് ചരിത്രത്തിൽ ഇടം പിടിക്കും. കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ ആകത്തുകയുള്ള വികസനത്തിൽ ഈ ഉച്ചകോടി ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെയും ഉച്ചകോടി തുടരും. നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം നടക്കുക. ഇന്നത്തെ സെഷനുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ആളുകളൊക്കെ, ഈ ഡെലിഗേറ്റ്സ് ഒക്കെ തിരികെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. സമ്മിറ്റിൻ്റെ 2ാം ദിവസം, അതായത് സമാപന ദിവസം നാളെയാണ്. എന്തായാലും ആരോഗ്യ മേഖലയിലും അതേപോലെ പിഴിഞ്ഞം പോർട്ടിൻ്റെ മേഖലയിലും ഒക്കെ തന്നെ വലിയ നിക്ഷേപമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സീന മുഹമ്മദ് പറയുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ഇതൊക്കെ നടപ്പിൽ വരുമോ? നടപ്പിൽ വരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളം പോലൊരു സ്ഥലത്ത് നിക്ഷേപം വന്ന് വലിയ സംരംഭങ്ങളൊക്കെ വന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. 10-70 ലക്ഷം ആൾക്കാർക്ക് ജോലിയില്ലാത്തൊരു സ്ഥലമാണ് കേരളം. വിദേശ നാടുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുന്നു. മാത്രമല്ല, അഥവാ ജോലി കിട്ടിയാൽ തന്നെ ചെറിയ ശമ്പളത്തിലുള്ള ജോലികൾ കിട്ടുന്നു. അപ്പോൾ നമ്മൾ അതേസമയം നമ്മുടെ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് സാധനങ്ങൾക്കൊക്കെ വില കയറുന്നു. ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകണമെങ്കിൽ ഈ നഗര ഹൃദയങ്ങളിലൊക്കെ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. അപ്പം തീർച്ചയായിട്ടും നല്ല ശമ്പളം കിട്ടുന്ന, ജോലികൾ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് ഈ നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള സമ്മിറ്റ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് വേഗമാകാൻ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടക്കുന്നു. വ്യവസായ അനുമതികൾ ചുവപ്പ് നാടയിൽ ഇനി കുരുങ്ങില്ല എന്നാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉറപ്പ് നൽകിയത്. കേരളത്തിൻ്റെ വികസനത്തിന് കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ടാകുമെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാരും ഉറപ്പ് നൽകി. വികസനത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതിപക്ഷത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു. ലോകത്തിന് മുന്നിൽ നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ട് കേരളം. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ് സമയബന്ധിതമായി നൽകുമെന്ന് മുഖ്യമന്ത്രി. The government of Kerala shall strain every nerve and leave no stone unturned. കേരളത്തിലെ നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകി. കേരളത്തിൽ 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് പൂർത്തീകരിക്കുന്നതെന്ന് റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. അന്താരാഷ്ട്ര നിലവാരമുള്ള വികസനമാണ് ലക്ഷ്യം. I will assure you that at least in my regime we will complete the work more than 3 lakh crores in Kerala. കേരളം നിക്ഷേപകരുടെ സ്വർഗമായെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും സംഗമത്തിന്റെ ഭാഗമായി. വികസനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിലെ സംരംഭങ്ങൾ വരണം, അതിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ഗവൺമെന്റിന് കൊടുക്കും. നെഗറ്റീവായിട്ട് നിൽക്കില്ല. 26 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം സംരംഭകരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിക്ഷേപത്തിന് താൽപര്യപത്രം ഒപ്പിട്ട കമ്പനികളുടെ പട്ടിക നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപക സംഗമത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷകളും ഉയരെ. ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നിന്നും നിതിൻ അംബുജനൊപ്പം എസ് ശ്രീകാന്ത്, 24.
എന്തായാലും നമുക്കൊന്നേ പറയാനുള്ള ഈ ഉച്ചകോടി വലിയ മാറ്റം ഉണ്ടാകട്ടെ. സൗദി അറേബ്യയിൽ നിന്ന് അബൂബക്കർ ഇബ്രാഹിം പറയാണ് SKN എത്രയും പെട്ടെന്ന് കേരളം മെച്ചപ്പെടട്ടെ. 20 കൊല്ലമായിട്ട് സൗദിയിലാണ്, വേഗം മടങ്ങി വരാനുള്ള സാഹചര്യം വേണം. ഇവിടെ ജോലി ഉണ്ടായിട്ട് താങ്കൾ മടങ്ങി വരാതിരിക്കുകയാണോ? കൊള്ളാനുള്ള ഐഡിയ. ഇനി അടുത്ത മറ്റൊരു സ്റ്റോറിയിലേക്ക്. കാരണവർ വധക്കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ വധക്കേസിൽ നമ്മുടെ ശിക്ഷ കിട്ടിയ ഷെറിന് ചട്ടം ലംഘിച്ച് പരോൾ അനുവദിച്ചതിൻ്റെ രേഖകൾ 24 കിട്ടി. 2012 മുതൽ 15 വരെയുള്ള കാലയളവിൽ ചട്ടം ലംഘിച്ച് പരോൾ അനുവദിച്ചതിൻ്റെ രേഖകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 394 വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെട്ട പ്രതി ആ ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ പരോൾ നൽകാവൂ എന്നതാണ് നിലവിലെ ചട്ടം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, പറയൂ, ഈ ചട്ടലംഘനം ഇതിൽ വ്യക്തമായി ഉണ്ടായിരുന്നോ? സ്കെയിൻ, വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളാണ് സ്കെയിൻ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രത്യക്ഷമായി ചട്ടം ലംഘിച്ചുവെന്ന് എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം സ്കെയിൻ, ഈ പ്രതിയെ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ വിട്ടയക്കാനുള്ള സർക്കാർ തീരുമാനം അതേറെ വിവാദമായിരുന്നു, ഏറെ ചർച്ചകളിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. ഷെറിന്റെ സഹ തടവുകാരി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുമായി വന്നത് ഈ ജയിലിനകത്ത് പോലും ഷെറിന് വലിയ രീതിയിലുള്ള പരിഗണന ലഭിച്ചു എന്നുള്ളതായിരുന്നു ഈ സഹ തടവുകാരിയുടെ വെളിപ്പെടുത്തൽ. അന്ന് അവർ പറഞ്ഞിരുന്ന ആരോപണം ഈ പരോൾ അനുവദിക്കുന്നതിൽ ഉൾപ്പെടെ ഈ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടന്നു എന്നുള്ളതായിരുന്നു സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ. അത് ശരിവെക്കുന്ന വിവരാവകാശ രേഖയാണ് സ്കെയിൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2012 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് 8 തവണയാണ് ഷെറിന് പരോൾ അനുവദിച്ചിരിക്കുന്നത്. 2012 മുതൽ 15 വരെ സാധാരണ ഓർഡിനറി പരോൾ മാത്രമായി 6 തവണ അനുവദിച്ചു. എമർജൻസി പരോളായി 2 തവണ, അതായത് 11/8/12 മുതൽ 17/9/2012 വരെയും 28/11/13 വരെയും 8/1/14 വരെയും എമർജൻസി പരോൾ അടക്കം 8 പരോളുകളാണ് ഇക്കാലയളവിൽ അനുവദിച്ചിരിക്കുന്നത്. എസ്കെൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 309 വകുപ്പ്, അതായത് അത് മോഷണ കുറ്റമാണെന്ന്. ഈ കൊലപാതക ശ്രമത്തിനൊപ്പം തന്നെ ഒരു മോഷണ കുറ്റം കൂടി ഷെറിനെതിരെ ചുമത്തിയിരുന്നു. ഈ 394 വകുപ്പ് നിലനിൽക്കുമ്പോൾ ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഈ പരോൾ അനുവദിക്കാവൂ എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ പരോൾ നൽകിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം പുറത്തു വന്നിരിക്കുന്ന സ്കെയിൻ. താങ്ക് യു. കണ്ണൂർ തലശ്ശേരി മണോളിക്കാവിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായി. തിരുവങ്ങാട് സ്വദേശി ലിനേഷ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. സജോ, ഏത് സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്? SK, ഈ കേസിന്റെ സ്വഭാവം അങ്ങേയറ്റം രാഷ്ട്രീയ കൗതുകം ഉണർത്തുന്നതാണ്. അതായത് തലശ്ശേരിയും മണോളിക്കാവ്, കണ്ണൂർ തലശ്ശേരിയിലെ മണോളിക്കാവിൽ അവിടെ തെയ്യ ഉത്സവത്തിന്റെ ഭാഗമായി ഇരു വിഭാഗങ്ങൾ തമ്മിൽ, അതായത് CPIM BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ആചാരപരമായ ചടങ്ങുകൾ നടക്കുന്നതിനിടെ CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് BJP പ്രവർത്തകർ അതിനെ എതിർത്തു. പിന്നാലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷം തടയുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം എത്തുന്നു. അവർ ഇരു വിഭാഗത്തെയും ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനിടെ SI TK അഖിൽ ഉൾപ്പെടെ 4 പോലീസുകാരെ CPIM പ്രവർത്തകർ ആക്രമിച്ചു എന്ന് കാട്ടി പോലീസ് കേസെടുത്തു. പോലീസുകാരെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, നിലത്തിട്ട് ചവിട്ടി എന്നൊക്കെ കാട്ടി CPIM പ്രവർത്തകർക്കെതിരെ 27 CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പിന്നാലെ ഈ CPIM പ്രവർത്തകരായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് ശ്രമിച്ചു. അതോടുകൂടി വീണ്ടും സംഘർഷമുണ്ടായി. കുറച്ച് പോലീസുകാരെ CPIM പ്രവർത്തകർ പൂട്ടിയിട്ടു. ഇതിനിടെ ഈ കേസിലെ പ്രതിയായ CPIM പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവും CPIM പ്രവർത്തകർ സംഘം ചേർന്ന് തടയുകയും ആ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ 55 CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ CPIM-ഉം പോലീസും തമ്മിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഉയർന്ന രാഷ്ട്രീയ സംഘർഷത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അതിന് പിന്നാലെ പോലീസിനെ തടഞ്ഞു വെച്ച, പോലീസിനെ ആക്രമിച്ച, കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പ്രതിയെ മോചിപ്പിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നു. അങ്ങനെയാണ് തിരുവങ്ങാട് സ്വദേശിയായ ലിനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആകെ 55 CPIM പ്രവർത്തകർക്കെതിരെയാണ് ഇതിൽ മാത്രം. അതിന് ആദ്യത്തെ സംഘർഷത്തിൽ പോലീസുകാരെ ആക്രമിച്ച കേസിൽ 27 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ലിനേഷിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുഴുവൻ CPIM പ്രവർത്തകരാണുള്ളത്. അവരുടെ തുടർ അറസ്റ്റുകൾ ഉണ്ടാവണം. നേരത്തെ SI TK അഖിലും മറ്റ് CPOമാരും 3 CPOമാരും അടക്കം പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതടക്കമുണ്ടായി. ഒപ്പം രണ്ടാമത് പോലീസുകാരെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോയ സംഘത്തെ നയിച്ചത്
ആക്രമിച്ചത് വനിതാ പോലീസ് SI ആയിട്ടുള്ള ദീപ്തിയാണ്. അവരെയും തടഞ്ഞു വെക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്ന പരാതിയുണ്ട്. അതിൽ FIR ഇടുകയും അതിലും ഈ 55 CPM പ്രവർത്തകരെ പ്രതിയാക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന പ്രതികരണമാണ്. പക്ഷേ CPIMന് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിൽ പോലീസും CPIM പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. അതിന്റെ തുടർചലനങ്ങൾ കൂടുതൽ അറസ്റ്റിന് പോലീസ് ശ്രമിക്കും, പ്രതിരോധിക്കാൻ CPIMും ശ്രമിക്കുന്നതാണ് രാഷ്ട്രീയമായി ശ്രദ്ധേയമായ കാര്യം. SK. ഓക്കെ, താങ്ക് യു. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോടെ സിൽവർ ലൈൻ വീണ്ടും കേരളത്തിൽ ചർച്ചയാകുന്നു. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നുവെന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് സമ്മിറ്റിൽ പറഞ്ഞത്. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേഗമേറിയ റെയിൽ വേണമെന്ന് മാത്രമാണെന്നായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ വ്യാഖ്യാനം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു സിൽവർ ലൈനിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശം. സിൽവർ ലൈൻ യാത്രാ സമയം കുറയ്ക്കുമെന്ന് മന്ത്രി. Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നു. ചില കാര്യങ്ങളിൽ റെയിൽവേയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അന്തിമ തീരുമാനം വിശദ പഠനത്തിന് ശേഷമെന്നും മന്ത്രി. It's a project under consideration. We have been in dialogue with the state for a long time. That's what I said. But the project will be coming up, but some queries are there. Railways has raised some queries. Once we sort out all of that. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വം. പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോട് BJP നേതാവ് V മുരളീധരന്റെ പ്രതികരണം ഇതായിരുന്നു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്തമല്ലേ. സിൽവർ ലൈൻ പദ്ധതിയിൽ സമവായത്തിനായി കേരളയിലും റെയിൽവേയുമായി നേരത്തെ നടന്ന ചർച്ചയിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു. ഗേജ്, വേഗം എന്നിവ സംബന്ധിച്ചാണ് അനിശ്ചിതത്വം. 24 കൊച്ചി. എന്തായാലും സിൽവർ ലൈൻ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യൂട്യൂബ് ചാനൽ വഴി അപമാനിച്ചു എന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ഇന്ന് പോലീസ് കേസെടുത്തു. ജോസ് തോമസ്, ശാന്തിവിള ദിനേശ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് കേസെടുത്തത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ. ശ്യാം, പറയൂ. SKN സാന്ദ്ര തോമസിന്റെ പരാതിയിലാണ് ഇൻഫോ പാർക്ക് പോലീസ് ശാന്തിവിള ദിനേശ്, ജോസ് തോമസ് എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടന്ന മീറ്റിംഗുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെയും യൂട്യൂബ് ചാനലുകളിലൂടെ സാന്ദ്ര തോമസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ പരാതി. ഈ പരാതി പരിശോധിച്ച പോലീസ് യൂട്യൂബ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ രണ്ടുപേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ രണ്ടുപേർക്കും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നും ഇൻഫോ പാർക്ക് പോലീസ് അറിയിച്ചിട്ടുണ്ട്. SKN. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഹോങ്കോങ്ങിൽ നിന്ന് ഒരു SP അയച്ചിരിക്കുന്നു. ആക്ച്വലി മാറേണ്ടത് നമ്മൾ മലയാളികളാണ്. BJP ആയാലും LDF ആയാലും UDF ആയാലും നമ്മൾ മലയാളികൾക്ക് എന്താണ് പ്രയോജനമെന്ന് ചിന്തിക്കേണ്ടതാണ്. ലെറ്റ് us be open minded and accept only those will help us to improve എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മലയാളികൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് പാടില്ല. മറ്റൊരു വാർത്തയിലേക്ക്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അഥവാ BBC-ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിഴ ചുമത്തിയെന്ന വാർത്ത വരുന്നു. 3,44,00,000 രൂപയാണ് പിഴ ചുമത്തിയത്. വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതിനാണ് ഈ പിഴ. വിനീത VG ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി പ്രൈം ടൈമിൽ. വിനീത, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, BBC-ക്ക് കഴിഞ്ഞ 2023 കേസാണോ ഇത്? വിനീത, ഇപ്പോൾ BBC-യുടെ ഓഫീസിനുള്ളിലാണോ നിൽക്കുന്നത്? താങ്ക് യു SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ തീർച്ചയായും SKN, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ BBC-യുടെ ഓഫീസിന് മുൻപിലാണ് നിൽക്കുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇത് രജിസ്റ്റർ ചെയ്തിരുന്ന കേസാണ്. ആ കേസിൽ വർഷങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി വരികയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് BBC-യുടെ ഓഫീസാണ്. ഇപ്പോൾ ഈ അന്വേഷണത്തിന് പിന്നാലെ BBC-ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. 3.44 കോടി രൂപ പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഡയറക്ടർമാർക്കെതിരെയും നടപടിയെടുത്തിരിക്കുന്നു. 3 ഡയറക്ടർമാർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ 3 ഡയറക്ടർമാർ കൂടി ഏതാണ്ട് 1,15,00,000 രൂപ ഈ നഷ്ടപരിഹാരം എന്ന രീതിയിൽ, പിഴ എന്ന രീതിയിൽ നൽകണമെന്നാണ് നിർദ്ദേശമുള്ളത്. നമുക്ക് ആ ഓഫീസിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പിഴ നൽകുന്നത് വരെ പ്രതിദിനം 5,000 രൂപ വെച്ച് നൽകണമെന്നും നിർദ്ദേശമുണ്ട്.
2021 ഒക്ടോബർ 15 മുതൽ പിഴയൊടുക്കുന്നത് വരെ പ്രതിദിനം ഏതാണ്ട് 5000 രൂപ നൽകണമെന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ ചില കേസുകളുമായി ബന്ധപ്പെട്ട BBC-ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണമെടുത്ത് തുടങ്ങി വരുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ പറയുന്നത് ഈ വിദേശ വിനിമയ ചട്ടം, അതായത് ഫെമ ആക്ട് ആണ്. ഈ ഫെമ ആക്ട് ലംഘിച്ചതിനെതിരെയാണ് BBC-ക്കെതിരെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുത്തിരിക്കുന്നത്. പിഴ ചുമത്തിക്കൊണ്ടാണ് ആ കടുത്ത നടപടിയിലേക്ക് ED എത്തിയിരിക്കുന്നത്. ഇനി BBC ഇതിന്മേൽ എന്ത് തുടർ നീക്കങ്ങൾ നടത്തുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. താങ്ക് യു വിനീത വി ജി. ഫെമ വയലേഷനാണ് BBC-യുടെ പേരിൽ ഇപ്പോൾ ഇത്രയും വലിയ പിഴ ചുമത്തിയിരിക്കുന്നത്. MK ഷീജ പറയുന്നു സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച കാര്യം പറയൂ SKN. അത് ഒരു ഇസ്രയേലി പൗരൻ ഉപയോഗിച്ചു. അവർ ടൂറായിട്ട് വന്നാണോ സംശയമുണ്ട്. എന്തായാലും പോലീസ് അദ്ദേഹത്തെ സ്വന്തം ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. വ്യവസായ അനുമതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ലൈസൻസുകൾക്ക് കാലതാമസം ഉണ്ടാകില്ല. പ്രഖ്യാപനം കൊച്ചിയിലെ ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ. സിൽവർ ലൈൻ പദ്ധതിയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശം. Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. കേരളത്തിലെ റോഡ് വികസനത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി പറഞ്ഞു. 30,000 കോടി രൂപയുടെ നിക്ഷേപം കരൺ അദാനിയും പ്രഖ്യാപിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിച്ച KPCC. ഐക്യദാർഢ്യവുമായി സമരപന്തലിലെത്തി KPCC അധ്യക്ഷൻ K. സുധാകരൻ. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അനിശ്ചിതകാലത്തേക്ക് സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കാൻ ആശാ വർക്കേഴ്സ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഭാസ്കരക്കാരനവർ വധക്കേസിൽ പ്രതി ഷെറിന് ചട്ടം ലംഘിച്ച് പരോൾ അനുവദിച്ചതിന്റെ രേഖകൾ 24-ന് ലഭിച്ചു. നിയമവിരുദ്ധമായി പരോൾ അനുവദിച്ചത് 8 തവണ, 6 പ്രാവശ്യം ഓർഡിനറി പരോളും 2 പ്രാവശ്യം എമർജൻസി പരോളും അനുവദിച്ചതിന്റെ രേഖകൾ 24-ന് കിട്ടി. വിദേശ നാണയ വിനിമയ ചട്ടം ഫെമ ലംഘിച്ചതിന് BBC-ക്ക് പിഴ ചുമത്തി ED. 3.44 കോടി രൂപയുടെ പിഴയൊടുക്കാൻ നിർദ്ദേശം. 3 ഡയറക്ടേഴ്സിനും 1,15,00,000 രൂപ വീതം പിഴ ചുമത്തി. നടപടി 2023 ED രജിസ്റ്റർ ചെയ്ത കേസിൽ. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTO TM ജെഴ്സൺ സസ്പെൻഷൻ. നടപടി ഗതാഗത കമ്മീഷണറുടെ ശുപാർശയിൽ. ജെഴ്സൺ 4 ദിവസം വിജിലൻസ് കസ്റ്റഡിയിൽ. പാലക്കാട് RTO ആയിരുന്നപ്പോഴും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തൽ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിലെ കേന്ദ്ര ഫണ്ട് മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായി ഉപയോഗിക്കണമെന്ന ഉപാധിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കോടതി. വ്യവസ്ഥ പ്രായോഗികമല്ലെന്ന് സംസ്ഥാന സർക്കാർ. പുനരധിവാസം ഒരുക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകി മാനേജ്മെന്റ്. പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്ത്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. വിടവാങ്ങിയത് അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ആകസ്മിക വേർപാട് ഞെട്ടിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോരാട്ട ജീവൻ നയിച്ച നേതാവിനെ നഷ്ടമായെന്ന് MV ഗോവിന്ദൻ. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നാളെ പൊതുദർശനം. സംസ്കാരം മറ്റന്നാൾ. മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കാട്ടാന ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയ്ക്കിടെ ആന കുഴഞ്ഞു വീണു. ആരോഗ്യനില സങ്കീർണമാക്കിയത് അണുബാധ തലച്ചോറിലേക്കും തുമ്പിക്കൈയിലേക്കും വ്യാപിച്ചത്. മയക്കുവെടി വെച്ച് ആനയെ കോടനാട് എത്തിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച. കണ്ണൂർ തലശ്ശേരിയിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് നിർബന്ധമായി മോചിപ്പിച്ച CPM. പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതികളെ മോചിപ്പിച്ചത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ. CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. നാടകീയ സംഭവങ്ങൾ. മണ്ണോളിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ
ടെലിവിഷൻ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പാമ്പപേക്ഷ അംഗീകരിച്ചില്ല. പ്രഥമ ദൃഷ്ട്യാ മതവിദ്വേഷ പരാമർശ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി. ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശമാകുമെന്ന് ഹൈക്കോടതി. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. മിനി ബാബു പറഞ്ഞ SK ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിക്കുന്നില്ല. കമൻറ്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ചിലതൊന്നും വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അബൂബക്കർ പറയുന്നൊരു കാര്യം, ഇത്രയും ആളുകൾ പോലീസിനെ ആക്രമിച്ച് പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോയിട്ട് ഒരാളെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ. മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം. കാരണം അതൊക്കെ വേണ്ടാത്ത ഒരു ടെൻഡൻസി ആളുകൾ ഉണ്ടാക്കും. ചികിത്സ പൂർത്തിയാകും മുമ്പേ മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കാട്ടാന ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സ നടത്തിവരുന്നതിനിടെയാണ് ആന ഇന്ന് ചരിഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മയക്കുവെടി വെച്ച് ഈ കൊമ്പനെ പിടികൂടി കോടനാട്ടേക്ക് കൊണ്ടുവന്നത്. പ്രയത്നങ്ങൾ വിഫലം. മസ്തകത്തിലെ ആഴമേറിയ മുറിവുമായി ദുരിതനാളുകൾ താണ്ടിയ അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പൻ ചരിഞ്ഞു. കൊമ്പന്റെ ദുരിതം 24 പുറത്തു കൊണ്ടുവന്നതോടെയായിരുന്നു പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം. ബുധനാഴ്ച മയക്കുവേടി വെച്ച് പിടികൂടിയ കൊമ്പനെ എറണാകുളം കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചിരുന്നു. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ കൊമ്പന് ചികിത്സ നടത്തിവരികയായിരുന്നു. കോടനാട് എത്തിച്ച ശേഷം ആന വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ആരോഗ്യനില വഷളായി. കൊമ്പനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പൊതുവെ ഉണ്ടായതിനിടയിലാണ് നിരാശാജനകവും വേദനാജനകവുമായ ഈ സംഭവം ഉണ്ടായത്. വനം വകുപ്പും മൃഗ ഡോക്ടർമാരും വളരെ കരുതലോടെയും വളരെ ആത്മാർത്ഥമായാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് വലിയൊരു കഷ്ടമായിപ്പോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മസ്തകത്തിലെ വ്രണത്തിലൂടെയാണ് ആന ശ്വാസമെടുത്തിരുന്നത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഭയാരണ്യത്തിലെ വനപ്രദേശത്ത് സംസ്കരിക്കും. 24 കൊച്ചി. രജീന പറയുന്നു SK കളവ് പറയില്ലേ, സമയം കിട്ടാഞ്ഞിട്ടാണെന്ന്. ചെറിയ ചെറിയ കാര്യങ്ങൾ കള്ളം പറയില്ല. കഴുത്ത് തല പോകുന്ന കാര്യമാണെങ്കിൽ കള്ളം പറയണമെന്നാണ് എൻ്റെ തിയറി. നിഷാദ് മുത്തു ചോദിക്കാൻ എൻ്റെ മെസ്സേജ് അയക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ഇല്ല നിഷാദ്, ചില വ്യാജന്മാരെ വിലക്കിയിട്ടുണ്ട്. അവർക്കെതിരെ നമ്മൾ നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ഈ വ്യാജന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് നമ്മൾ കേട്ടോ. കാരണം ആവശ്യമില്ലാത്ത പേരിലൊക്കെ ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കി അവരുടെ പേരിൽ വൃത്തികെട്ട സന്ദേശങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ ആസൂത്രിതമായി ആരൊക്കെ ചെയ്തു വയ്ക്കുന്നതാണ് എന്നാണ് എൻ്റെ തോന്നൽ. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ഇത് പേടിച്ചൊന്നും നിങ്ങൾ പിന്മാറിക്കളരുത്. ഇത് പേടിച്ചാൽ നമ്മളിങ്ങനെ ഓടാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ വരെ ഓടും? അതുകൊണ്ട് നമ്മൾ ഓടുന്നില്ല, നമ്മളിവിടെ തന്നെ നിൽക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ വ്യാജന്മാരെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പന്റെ ദുരവസ്ഥ 24 ആണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധയിൽ കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് തുടർ വാർത്തകളും മുറിവേറ്റ് ദുരന്തം നിറഞ്ഞ ആനയുടെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ പുറത്തുവിട്ടു. പലപ്പോഴും ആന നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് വന്നു കയറി ആനയെ പിടികൂടി ചികിത്സിക്കുന്നതിലേക്ക് നയിച്ചതും 24ന്റെ ഇടപെടലായിരുന്നു. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പന്റെ വാർത്ത 24 പുറത്തുവിട്ടത് ജനുവരി 15-ന്. വെടിയുണ്ട തളച്ചതിന് സമാനമായ മുറിവാണെന്നും ചികിത്സ അനിവാര്യമെന്നുമായിരുന്നു റിപ്പോർട്ട്. തൊട്ടുപിന്നാലെ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന വിശദീകരണവുമായി വനംവകുപ്പ് രംഗത്തെത്തി. 3 ദിവസങ്ങൾക്കിപ്പുറം മുറിവിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതോടെയാണ് ഡോക്ടർ അരുൺ സക്രിയ അതിരപ്പള്ളിയിലേക്ക് എത്തിയത്. പിന്നാലെ ആനയെ മയക്കുവെടി വെച്ച സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. അന്നും ആനയെ പിടികൂടി ചികിത്സിക്കണമെന്ന ആവശ്യമുയർന്നു. തുടർ നിരീക്ഷണം ഉണ്ടാകുമെന്ന് വനംവകുപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് നിരീക്ഷണവും ഉണ്ടായില്ല. അതിനിടയിൽ ആനയുടെ മുറിവിൽ പുഴുവരിച്ചു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വീണ്ടും 24 പുറത്തുവിട്ടതോടെ ആനയെ പിടികൂടി ചികിത്സിക്കാൻ ഉത്തരവിറങ്ങി. കൂടടക്കം ഒരുക്കിയെത്തിയപ്പോഴേക്കും കാട്ടുകൊമ്പന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ. 30% സാധ്യത മാത്രം മുൻനിർത്തിയാണ് വനംവകുപ്പ് ദൗത്യം ആരംഭിച്ചത്.
മയക്കുവെടിയേൽക്കുന്ന സമയത്ത് ചാലക്കുടിപ്പുഴ മുറിച്ചു കടന്ന കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി കൊമ്പുകൊണ്ട് തള്ളിയാണ് പുഴ കടത്തിയത്. പിന്നാലെ ആനയെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു നിർത്തുന്ന സൗഹൃദ കാഴ്ചയ്ക്ക് അതിരപ്പള്ളി സാക്ഷ്യം വഹിച്ചു. കാടിന്റെ കരുതലിനും നീതിക്കുമപ്പുറം നാടിന്റെ കരുതലും നീതിയും കൊതിച്ചൊരു കൊമ്പനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. ഈ ആനക്കഥയിൽ പ്രേക്ഷകരെ പോലെ എന്നെയും ആകർഷിച്ചത് രണ്ട് ആനകൾ തമ്മിലുള്ള സൗഹൃദമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ആനയെ കൂടെ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ആന. അതിൻ്റെ മനുഷ്യരിൽ പലർക്കും ഇല്ലാത്തൊരു ഗുണം. പണിമുടക്ക് സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് KSRTCയുടെ ഒരു പണി. ജീവനക്കാരുടെ ഫെബ്രുവരി മാസ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന നിർദ്ദേശം. റെഗുലർ ശമ്പള ബില്ലിൻ്റെ കൂടെ എഴുതരുത് എന്നാണ് ഉത്തരവ്. ഡയസ്നോൺ എൻട്രി വരുന്ന ജീവനക്കാരുടെ ബില്ലുകൾ പ്രത്യേകമായി പ്രോസസ്സ് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം. AV ജയശങ്കർ ടെലിഫോണിൽ. പറയൂ ജയശങ്കർ. SKN ഈ മാസം 4-ാം തീയതിയാണ് TDFന്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം KSRTCയിൽ നടത്തിയത്. ശമ്പളം ഉൾപ്പെടെ കൃത്യമായി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഈ സമരത്തിനെതിരെയാണ് ഒരു പരോക്ഷ നടപടിയുമായി KSRTC മാനേജ്മെന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതി എന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റെഗുലർ ശമ്പള ബില്ലുകളുടെ കൂടെ ഇത് എഴുതരുത്. അന്ന് സർക്കാർ ഡൈസ്നോൺ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ ഡൈസ്നോൺ എൻട്രി വരുന്ന ജീവനക്കാരുടെ ബില്ലുകൾ പ്രത്യേകമായി പ്രോസസ് ചെയ്യാനും നിർദ്ദേശമുണ്ട്. അതിനുശേഷം സ്പാർക്ക് സെല്ലിൽ നിന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഈ ബില്ലുകൾ അപ്രൂവ് ചെയ്താൽ മതി എന്നാണ് നിലവിൽ KSRTC ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പറയുന്നത്. മനഃപൂർവ്വം ജീവനക്കാരെ ദ്രോഹിക്കാൻ, ശമ്പളം മുടക്കാൻ ഉള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ TDF കാണുന്നത്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. എന്തായാലും KSRTCയിലെ ജീവനക്കാർ ശമ്പളമൊന്നും ലഭിക്കാതെ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് അവകാശ പോരാട്ടങ്ങൾ നടത്തിയ ആൾക്കെതിരെ KSRTC എന്തായാലും നടപടി എടുക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിൽ ഒരു തൊഴിലാളി സർക്കാർ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ തൊഴിലാളി സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തൊഴിലാളി സമരം നടത്തിയതിന് പേരിൽ, സമരത്തിന്റെ ഭാഗമായതിന് പേരിൽ ഒരു ഒറ്റ ജീവനക്കാർക്കെതിരെ ഒരു പരോക്ഷ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒരു പരോക്ഷ നടപടിക്ക് KSRTC ഒരുങ്ങുന്നത്. SK. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഷാജി പൊയ്കൽ പറഞ്ഞു, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കട്ടയ്ക്ക് 24-നൊപ്പം. പല പ്രേക്ഷകരും കട്ടയ്ക്ക് നമ്മൾ ഒന്നിച്ചു പോകുമെന്ന് തന്നെ പറയും. നമ്മൾ കട്ടയ്ക്ക് നമ്മൾ ഒന്നിച്ചു പോയിക്കൊണ്ടേയിരിക്കും. സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ആശാ വർക്കേഴ്സിൻ്റെ അനിശ്ചിതകാല സമരം തുടങ്ങി. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് അവരുടെ തീരുമാനം. സർക്കാരിന് സമരത്തോട് അനുഭാവപൂർവമായ സമീപനമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി KPCCയുടെ അധ്യക്ഷൻ K സുധാകരനും ഇന്ന് സമരപന്തൽ സന്ദർശിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിരുന്ന ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നത്. മിനിസ്റ്റർ സമരത്തിന് വരുമ്പം ഇതുപോലെ ഇരിക്കാൻ തയ്യാറായി വരണം. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നത് വരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും പണം ലഭിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ പണം നൽകി. സമരം ചെയ്യുന്നവരെ കുറ്റം പറയാനില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. സമരം ചെയ്യുന്നവരുടെ കാര്യത്തിലൊന്നും നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അല്ല, അവരെ എന്തെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ ഇക്കാര്യത്തിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ചർച്ച വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ പരിഹരിച്ചു. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ സമരപന്തലിലെത്തി. ഞങ്ങൾ എന്തിനും ഇവരെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ? കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും ആശാ വർക്കേഴ്സിന്റെ സമരം സർക്കാരിന് കൂടുതൽ കീറാമുട്ടി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇന്നത്തെ വാർത്താപകലിൽ കുറച്ചധികം വാർത്തകളും ആ വാർത്തകളുടെ ഒരു ഓട്ടപ്രദർശനം. വാർത്താപകൽ. കണ്ണൂർ അഴീക്കോട് 5 പേർക്ക് പരിക്കേറ്റ വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ്. മീൻകുന്ന് മുച്ചിരിയൻകാവ് ക്ഷേത്രം പ്രതിനിധികളായ 10 പേർക്കെതിരെ കേസ്. നാടനമിട്ട ആൾക്കൂട്ടത്തിൽ വീണ് പൊട്ടിയെന്ന് ദൃക്സാക്ഷികൾ. ഒരാളുടെ നില ഗുരുതരം. കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. 115 കോടിയുടെ തട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തൽ. ഇരയായത് വീട്ടമ്മമാരും ദിവസവേതനക്കാരും. തട്ടിപ്പ് നടന്ന ആതിര ഗ്രൂപ്പിന്റെ ഉടമയുടെ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി നിക്ഷേപകർ.
ഓൺലൈൻ ലോൺ ആപ്പ് വഴി കോടികൾ തട്ടിയ കേസിൽ 2 മലയാളികളെ പിടികൂടി ഇഡി. അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദും ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസും. നടപടി ചൈനീസ് ആപ്പുകൾ വഴി 1650 കോടി തട്ടിയെടുത്ത കേസിൽ. കായംകുളം പുള്ളിക്കണക്കിൽ 48കാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കരിമുട്ടം ശ്രീനിലയത്തിൽ രാജേശ്വരി അമ്മയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്ന് FIR. ഭർത്താവ് ശ്രീവത്സൻ പിള്ള അറസ്റ്റിൽ. നാട്ടാനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും മൃഗസ്നേഹികളുടെ സംഘടനയ്ക്കും നോട്ടീസ് അയച്ചു. പ്രൈം ടൈം അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഷാഫി കൊമേരി പറയുന്നു, രാവിലെയും ഉച്ചയ്ക്കും എല്ലാം ഞാൻ കമന്റ് ബോക്സിൽ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ വ്യാജന്മാർ കിടന്ന് കളിക്കുകയായിരുന്നു. ഈ വ്യാജന്മാരെ നമുക്കൊന്ന് പുറത്താക്കണം. വ്യാജന്മാരെ മര്യാദയില്ല. ഇനി വാൽകൃഷ്ണൻ. ഘടകകക്ഷികളിൽ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ആ എതിർപ്പൊക്കെ തള്ളി കിബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതിന് LDF പച്ചക്കൊടി കാട്ടി. ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ കിബി പദ്ധതികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്നാണത്രേ LDFിൻ്റെ ഒരു തീരുമാനം. പണം പിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പുതിയ പദ്ധതികൾ കണ്ടെത്തുമോ? അങ്ങനെയെങ്കിൽ ആ പദ്ധതിക്ക് എങ്ങനെ പണം കണ്ടെത്തും? കാണാം. അഫ്സൽ തയ്യാറാക്കിയ വാൽകൃഷ്ണൻ. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കിഫ്ബി റോഡിലെ ടോൾ പിരിവ് തിരിച്ചടിയാകുമെന്നായിരുന്നു CPIയുടെ ആശങ്ക. പക്ഷേ ആ ആശങ്കയൊക്കെ മാറ്റിവെച്ച് പരസ്പരം കൈ കൊടുത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളെ ചെറുപ്പക്കാർ വേണ്ടി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. അല്ല നിങ്ങളുടെ റെസീറ്റും കിട്ടുന്നു. 10,000 പേർക്ക് കൊടുത്തു വന്നപ്പോൾ തീർന്നു പോയതാ. അപ്പൊ നല്ല റോഡ് മാത്രമല്ല, നല്ല ഹൈടെക് പിരിവ് കേന്ദ്രങ്ങളും നാടിന് ലഭിക്കും. പണ്ടാരങ്ങൾ പിരിവെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിക്കോളും. കാര്യങ്ങൾക്കൊക്കെ ഒന്ന് വേഗത കൂടാൻ വേണ്ടിയിട്ടാണ് നല്ല റോഡ് ഉണ്ടാക്കിയത്. ഇനി മുട്ടിന് പിരിവ് വന്നാൽ പൈസയും സമയവും വേറെ കണ്ടെത്തണം. എടോ നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. കോയിലുംകുട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് വൈ ഗേറ്റിൽ നിന്നും സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. നാട് വികസിപ്പിക്കാൻ മാത്രം ചിന്തിച്ചാൽ പോരാ, ആ പൈസ എങ്ങനെ തിരിച്ച് വസൂലാക്കാന്നുള്ള പദ്ധതികളും ആലോചിക്കാൻ തുടങ്ങി. കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. അപ്പൊ ഇവിടെ മുന്നണി ഒന്ന് മാത്രമല്ലല്ലോ, UDF ഇത് അറിഞ്ഞിട്ടില്ലേ? ഈ കിഫ്ബിയുടെ റോഡിന്റെ പേരിൽ ടോൾ പിരിക്കാനുള്ള ആ നീക്കത്തെ ഞങ്ങൾ ശക്തിയായി തടയും. സംഗതിയൊക്കെ റെഡിയാണ്. പക്ഷേ വികസനത്തിൽ കൂടെ എങ്ങനെ പൈസ നേടാന്നുള്ള ഒരു പുതിയ തരം പദ്ധതിനെ കുറിച്ചാണ് LDF ആലോചിക്കുന്നത്. കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനമാർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. എന്തെങ്കിലും കൊടുത്തിട്ട് പോയേട്ടാ. അപ്പൊ റോഡാന്തരം പിരിവുകാരെ കൊണ്ട് നിറയുന്നുള്ള കാര്യം ഉറപ്പ്. പിന്നെ വണ്ടി പോവാന് സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു സ്റ്റേറ്റില് ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടൊക്കെ തിരിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങി ടോൾ കൊടുക്കലല്ലാതെ പോണ്ടാതൊക്കെ അതിനേക്കാളും നല്ലത്. അപ്പൊ ഇതിന്റെ മുഴുവനും പൈസ ജനങ്ങൾ അടക്കേണ്ടി വരുമോ? ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം. എവിടെ ഐസക് സാർ എവിടെ? ഇതൊന്നും കേൾക്കണില്ലേ? ഈ ആക്ഷേപങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. അവ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ തകർക്കുന്നതിനുള്ള കുൽസിത നീക്കങ്ങൾ മാത്രമാണ്. കുൽസിത പ്രവർത്തനം നിർത്തുവോ അതോ പിരിവ് നിർത്തുവോ? അല്ല, ഇത് എന്തിനാ നിർത്തിവെക്കേണ്ട കാര്യം? അത് നടക്കില്ലേ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ പ്രക്രിയ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമായ ചർച്ച ഇവിടൊക്കെ ആരൊക്കെ വേണോ അവരൊക്കെ ചർച്ച നടത്തിയിട്ട് പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് റോട്ടിക്ക് ഇറങ്ങണമെങ്കിൽ പിരിവിനുള്ള പൈസ കരുതണം അല്ലേ? അതെ, അങ്ങനെയായിരുന്നു അത് വിഭാവനം ചെയ്തത്. അങ്ങനെ വിഭാവനം ചെയ്ത സ്ഥിതിക്ക് നല്ല റോഡിന് ജനങ്ങൾ കൈയടിക്കോ അതോ പിരിവിനോട് മുഖം തിരിക്കോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. കമന്റ് ബോക്സിൽ സുധീഷിന് ഒരു പരാതി. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ MRI ഡിവൈസ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. എന്തായാലും അത് എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. എന്തായാലും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് വർക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ രോഗികളെ സഹായിക്കുക. ആ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പ്രൈം ടൈം അവസാനിപ്പിക്കാം. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ.